ഹലോ, നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്കാണ്. അത് കൊല്ലത്ത് നിന്നുള്ളതാണ്. കൊല്ലത്ത് CPIM ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കൊല്ലത്ത് പൊതുസമ്മതനല്ലാത്ത വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്ന് CPIM റിപ്പോർട്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VK അനിരുദ്ധൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വികാരാധീനനായി ഇറങ്ങിപ്പോയി. കൊല്ലം കോർപ്പറേഷൻ തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഫസ്റ്റ് ഓൺ 24 വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, VK അനിരുദ്ധനെ മുൻനിർത്തിയായിരുന്നു ഇത്തവണ CPIM കൊല്ലം കോർപ്പറേഷനിൽ മത്സരത്തിനിറങ്ങിയത്. പക്ഷേ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു. കൊല്ലം കോർപ്പറേഷൻ നേരത്തെ കൊല്ലം മുനിസിപ്പാലിറ്റി ആയിരുന്നു. അതിനുശേഷം കോർപ്പറേഷൻ രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി CPIMന് അധികാരം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് 25 വർഷത്തിന് ശേഷം ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ CPIM ഭരണത്തിന് പുറത്താവുകയും ചെയ്തു. അപ്പോൾ ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം VK അനിരുദ്ധൻ എന്ന നേതാവിലേക്ക്, നേരത്തെ അഞ്ചാലുമൂട് ഏരിയ സെക്രട്ടറിയൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള VK അനിരുദ്ധനിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണോ CPIM? ദിലീപ്കുമാർ, 25 വർഷത്തെ ഭരണം, ആ ഭരണം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അത് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട CPIMനുള്ളിൽ വലിയ ചർച്ചകളാണ് നടന്നത്. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിങ്ങിനിടയിലാണ് അതിൽ ഒരു വരിയിലാണ് പൊതുസമ്മതനല്ലാത്ത VK അനിരുദ്ധൻ സ്ഥാനാർത്ഥി, അത് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതാണ് ഈ തോൽവിയുടെ കാരണമായി ചൂണ്ടിക്കാട്ടിയത്. ഇത് ഈ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VK അനിരുദ്ധൻ വികാരഭരിതനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ഈ കാര്യത്തിൽ തന്റെ നിലപാട് കൂടി പാർട്ടി കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഈ നാടകത്തിലൂടെയും അതുപോലെ തന്നെ സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയും കണ്ട് ആ ഖാദികന്റെ വാക്കുകളിലൂടെയൊക്കെയാണ് ഈ പാർട്ടിയെ ഞാൻ അടുത്തറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞ 3 പതിറ്റാണ്ടിലപ്പുറമുള്ള ജീവിത പരിചയം ഈ പാർട്ടിയുമായിട്ടുണ്ട്. തനിക്ക് ഈ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഈ പാർട്ടിയെ വിട്ട് തനിക്ക് ഒന്നും തന്നെ നേടിയിട്ടില്ല. പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിച്ചത്. ഈ തോൽവി തന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, തന്നാൽ കഴിയാവുന്നതെല്ലാം ഈ പാർട്ടിക്കായി ചെയ്തതാണ്. ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയാണ് ഈ പ്രായത്തിലും താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് അദ്ദേഹം ആവർത്തിക്കുക കൂടി ചെയ്തു. ശക്തികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം 30 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ആദ്യഘട്ടത്തിൽ CPIM ഒരു ഘട്ടത്തിലും ഭയപ്പെട്ടിരുന്നില്ല. കാരണം കൊല്ലം കോർപ്പറേഷൻ ഭരണം ഉറച്ചു ലഭിക്കുമെന്നായിരുന്നു ഈ CPIM കരുതിയത്. പക്ഷേ ആ ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഈ തോൽവിയുടെ റിപ്പോർട്ടിങ്ങിനിടയിൽ VK അനിരുദ്ധൻ ഒരു പൊതുസമ്മതനല്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിങ്ങിലെ പരാമർശം. എന്തായാലും ഈ MV ഗോവിന്ദനിരുന്ന ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് VK അനിരുദ്ധൻ ഇറങ്ങിപ്പോയി. ഈ സംസാരിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്തായാലും നേതാക്കളടക്കം ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്ത ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതലാണ് CPIMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും മന്ത്രി KN ബാലഗോപാലും പുത്തലത്ത് ദിനേശനും MV ഗോവിന്ദമാഷും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രാവിലെ അടക്കം വിശദമായ ചർച്ച നടന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ VK അനിരുദ്ധനെ മനസ്സിൽ കൊള്ളിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ പൊതുസമ്മതനല്ലാത്ത സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി എന്നുള്ള പരാമർശമാണ്. എന്തായാലും ആ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് നടന്നത് നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ട് ആ വിഷയത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് നീക്കം നടത്തിയെങ്കിലും ശ്രമം ഫലം കണ്ടില്ല. ഒടുവിൽ VK അനിരുദ്ധൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ, കൊല്ലത്ത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവിടെ VK അനിരുദ്ധൻ കൊല്ലം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി CPIM മുന്നിൽ നിർത്തിയിരുന്നത് CPIMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VK അനിരുദ്ധനെയായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ കന്നിമേൽ വെസ്റ്റ്
ഡിവിഷനിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. കൊല്ലം കോർപ്പറേഷനിൽ CPIM-ന് കനത്ത തിരിച്ചടി ഇത്തവണ നേരിടുകയും ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്വം VK അനിരുദ്ധനിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ആ ശ്രമത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ടിൽ അത്തരം പരാമർശമുണ്ടായിരുന്നു. അദ്ദേഹം ജനകീയനല്ല എന്ന നിലയിലുള്ള പരാമർശം ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. നേരത്തെ ശക്തികുളങ്ങര പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 30 വർഷത്തിന് ശേഷമാണ് പാർലമെന്ററി രംഗത്തേക്ക് VK അനിരുദ്ധൻ വരുന്നത്. അത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് താൻ മത്സരിച്ചത് എന്നാണ് വികാരാധീനനായി VK അനിരുദ്ധൻ CPIM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചത്. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് R. അരുൺരാജ്. പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്, ഇനി അഭിമന്യുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ കൊലക്കത്തിക്കിരയായ അഭിമന്യുവിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? നാൻപെറ്റ മകനെ എന്ന ആ അമ്മയുടെ നിലവിളി എല്ലാ കാലത്തും കേരളത്തിൻ്റെ ഈ മനസാക്ഷിക്ക് മുന്നിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ഇരമ്പിയെത്തും. അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്ന് 8 വർഷം പിന്നിട്ടിട്ടും വിചാരണയുടെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. 2018 ജൂലൈ 2-ാം തീയതിയാണ് മഹാരാജാസിന് പുറത്ത് അഭിമന്യു കുത്തേറ്റ് വീഴുന്നത്. ഈ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വർഗീയത തുലയട്ടെ എന്നായിരുന്നു അന്ന് അഭിമന്യുവും കൂട്ടരും ഈ ചുവരിൽ എഴുതിയത്. 47 തവണയാണ് അഭിമന്യു വധക്കേസിന്റെ കോടതി നടപടികൾ മാറ്റിവെച്ചത്. കാരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനം കേസിലെ നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതാണ്. കുറ്റപത്രവും പോസ്റ്റ്മോർട്ടവും അടക്കം 10 രേഖകളാണ് കാണാതായത്. എങ്ങനെ കാണാതായി എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനർസൃഷ്ടിച്ച രേഖകളാണ് ഇനി കോടതിയിൽ ഉപയോഗിക്കുക. 26 പ്രതികളുള്ള കേസിൽ 16 പേരുടെ വിചാരണയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. നെട്ടൂർ സ്വദേശി സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ അഭിമന്യുവിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിധി പറയാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിച്ചിട്ട് 2 മാസം പിന്നിട്ടു. ഇനിയും വിചാരണയുടെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഫെബ്രുവരി 6-നാണ് ഇനി കേസ് വീണ്ടും പരിഗണിക്കുന്നത്. നാൻപെറ്റ മകനെ എൻ കിളിയെ എന്ന നിലവിളി മഹാരാജാസിന്റെ ഇടനാഴിയിൽ ഇന്നും മുഴങ്ങിക്കേൾക്കാം. അഭിമന്യുവിന്റെ അമ്മയുടെ കണ്ണീര് കണ്ട് നീതിദേവത കണ്ണു തുറക്കുമോ? മഹാരാജാസിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്ന് 8 വർഷമാകുന്നു. പക്ഷേ വിചാരണയുടെ പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യത്തിൽ ഏതായാലും നീതിദേവത കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. വിഷ്ണു സുരേഷാണ് ആ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായി വരുന്ന വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയിൽ എന്ന വാർത്തയാണ് വിഷ്ണു സുരേഷ് നൽകുന്നത്. തന്നെയും ഹർജിയിൽ കക്ഷി ചേർക്കണം എന്നാണ് ആവശ്യം. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ കേൾക്കണം. വലിയ സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിഷ്ണു പറയൂ. ഇപ്പോൾ വിഷ്ണു സുരേഷിലേക്ക് എത്താം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ്, ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെയും കേൾക്കണം. വലിയ സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വരുന്നുവെന്നും പരാതിക്കാരി ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഏതായാലും ആ വാർത്തയിലേക്ക് ഉടനെത്താം. മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. ഇനിയും യാഥാർത്ഥ്യമാകാതെ ആലുവ അമ്പാട്ടുകാവ് റെയിൽ തുരങ്കപ്പാത. 9 വർഷം മുമ്പിട്ട തറക്കല്ല് മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സജീവ ചർച്ചയാകുകയാണ് നിലച്ചുപോയ ആലുവ അമ്പാട്ടുകാവ് റെയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അമ്പാട്ടുകാവ് റെയിൽവേ തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചത്. കൊട്ടിയാഘോഷിച്ച് ഒരു തറക്കല്ലിട്ടു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയവരാരും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല.
റെയിൽവേ തുരങ്കപാത നിർമ്മാണത്തിനായി ചൂർണിക്കര പഞ്ചായത്ത് 63.80 ലക്ഷം രൂപ മുൻകൂറായി നൽകിയിരുന്നു. പ്രാരംഭ ചിലവുകൾക്കായി അടച്ച തുക കൂടാതെ 1 കോടി രൂപയാണ് മുൻ MP ഇന്നസെന്റ് തറക്കല്ലിട്ടപ്പോൾ പ്രഖ്യാപിച്ചത്. പക്ഷെ നിർമ്മാണം മാത്രം നടന്നില്ല. തുരങ്കമില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി പേരെ കയ്യും കാലും ഓടിച്ചിട്ടുണ്ട്, മരണവും നടന്നിട്ടുണ്ട്. ഈ തുരങ്കം വരാൻ വേണ്ടി ഒത്തിരി കാലം ഈ പഞ്ചായത്തുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ നാട്ടുകാർ. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഗുണമായിരിക്കും. കുറേ മരണം ഒഴിവാക്കുക, അപകടം ഒഴിവാക്കുക. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിനെ കീറിമുറിച്ച് ദേശീയപാതയും റെയിൽവേ ട്രാക്കും ഒരേ ദിശയിൽ പോയതോടെയാണ് തുരങ്കപാത ആവശ്യം ഉയർന്നത്. സാഹസിക യാത്ര ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. അതിന് സാധ്യമാകുമോ എന്ന് അറിയില്ല. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയ ഉപകാരമാണ്. എന്നുവെച്ചാൽ വണ്ടി കയറി ചാവാണ്ട് അതിൻ്റെ അടിയാപ്പെങ്കിലും പോകാമല്ല. ഇപ്പോൾ വണ്ടി തന്നെ ഉണ്ട. അതാണ് പറഞ്ഞത്. ഇപ്പോൾ കണ്ണൂരിനും ഇത്തിരി വെട്ടക്കുറവുണ്ട്, ഇത്തിരി ചെവിക്കും ഇത്തിരി പദമുണ്ട്. അപ്പോൾ വണ്ടി വന്നൊന്നും കേൾക്കില്ല. അപ്പോൾ ഒരു സ്വരൂപ്പ് ഏറ്റവും വരെയാണെങ്കിൽ നല്ല കാര്യമാണ്. തുരങ്കപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇനിയും കാത്തിരിപ്പ് തുടരാൻ ജനങ്ങൾ തയ്യാറാണ്. പദ്ധതി ഉപേക്ഷിക്കരുതെന്ന ആവശ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ വീണ്ടും ചർച്ചയെ അമ്പാട്ടുകാവ് റെയിൽവേ തുരങ്കപാത. 2017 ജനുവരി 4 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ക്യാമറമാൻ സജിലിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. നേരത്തെ പറഞ്ഞ ആ വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുക. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, പറയൂ. കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുന്നത്. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണിത്. നേരത്തെ രാഹുലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതിൽ വിശദമായ വാദം കേൾക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതനുസരിച്ച് നാളെ ഹൈക്കോടതിക്ക് മുമ്പാകെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് തൊട്ട് മുൻപാണ് പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. തന്നെ കൂടി കക്ഷി ചേർക്കണം കേസിൽ, തന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപം താൻ നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഈ പെറ്റീഷനിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ ബലാത്സംഗ കേസിൽ ഇരയെ കൂടി കേൾക്കാറുണ്ട്. അവരെ കക്ഷി ചേർക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുക. രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് നാളെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിന് വേണ്ടി അഭിഭാഷകനായ എസ് രാജീവാണ് ഹാജരാകുക. രാഹുലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് 2 തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നീട്ടുകയും ചെയ്തത്. ദിലീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. പൊതുജനം കഴുതയല്ല സാർ തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് KSEB ഊരി. 5 ദിവസമായി മൊബൈൽ വെട്ടത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഇതോടെ AI ക്യാമറകളുടെ പ്രവർത്തനം ആ മേഖലയിൽ നിലച്ചു. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ പലതും ഈ ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയാത്ത നിലയുമായിട്ടുണ്ട്. 1,00,000 രൂപ വൈദ്യുതി ബിൽ കടന്നു, അത് കുടിശ്ശികയായി. ഇതോടെയാണ് KSEB വന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത്. ഇക്കഴിഞ്ഞ 2-നാണ് വൈദ്യുതി വകുപ്പ് മരുത റോഡ് സെഷൻ ഉദ്യോഗസ്ഥരെത്തി കൂട്ടുപാതയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത്. KSEB നൽകുന്ന വിശദീകരണം ഇങ്ങനെ: 1 മാസം കൂടുമ്പോഴാണ് ബില്ലടക്കേണ്ടത്. നവംബർ, ഡിസംബർ മാസങ്ങളിലെ ബില്ല് തുകയായി ആകെ അടക്കേണ്ടിയിരുന്നത് 55,476 രൂപയാണ്. നവംബർ മാസം കുടിശ്ശികയായപ്പോൾ തന്നെ KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡിസംബർ മാസത്തെ ബില്ലും കുടിശ്ശികയായി ആകെ അടക്കേണ്ട തുക 1,00,000 കടന്നതോടെ വീണ്ടും KSEB ഉദ്യോഗസ്ഥരെത്തി മുന്നറിയിപ്പും ഔദ്യോഗികമായി നോട്ടീസും നൽകി. എന്നാൽ ബില്ലടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെ 2-ന് ഫ്യൂസ് ഊരി. ഇതോടെ ജില്ലയിലെ 6 താലൂക്കുകളിലായി സ്ഥാപിച്ച 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും സ്തംഭിച്ചു. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മൊബൈൽ ഫോൺ വെട്ടത്തിലാണ്. നേരത്തെ ഓഫീസ് മെയിന്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബില്ല് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി. ആദ്യ മാസങ്ങളിൽ സംസ്ഥാന ഫിനാൻസ് വകുപ്പിന് കൈമാറിയിരുന്ന ബില്ല് കൃത്യമായി അടച്ചിരുന്നെങ്കിലും നവംബർ മുതൽ കുടിശ്ശികയായി. പോയ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ഫിനാൻസ് വിഭാഗത്തിന് ബില്ല് കൈമാറിയെങ്കിലും തുക കൈമാറിയിട്ടില്ലെന്നാണ് RTOയുടെ വിശദീകരണം. കുടിശ്ശിക ബില്ലിന് പുറമെ ജനുവരി മാസത്തെ ഉപയോഗത്തിന് 23,332 രൂപയുടെ ബില്ലും
KSEB കൈമാറിയിട്ടുണ്ട്. ഇതോടെ പിഴത്തുക ഉൾപ്പെടെ ആകെ 78,903 രൂപ അടയ്ക്കേണ്ടി വരുമെന്നാണ് KSEB മരുത റോഡ് സെഷൻ ഓഫീസ് അറിയിക്കുന്നത്. AI ക്യാമറകളിലൂടെയും സ്ക്വാഡുകളുടെ നേരിട്ടുള്ള പരിശോധനയിലും ഗതാഗത നിയമ ലംഘനത്തിന് പിഴത്തുകയായും മറ്റും സർക്കാരിന് മാസം 2.5 കോടിയിലേറെ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓഫീസാണിത്. ഇരുട്ടിലായി 5 ദിവസം പിന്നിടുമ്പോഴും കൃത്യമായ ഒരു മറുപടി നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ വെട്ടത്തിൽ ഇനിയും എത്ര നാൾ ഈ ജീവനക്കാർ പണിയെടുക്കണമെന്നതാണ് ഉയരുന്ന ചോദ്യം. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. സീന മുഹമ്മദ് പറയുന്നു, സർക്കാർ വകുപ്പിന് തന്നെ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പണമില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ സർക്കാർ അറിയുന്നുണ്ടോ എന്ന ചോദ്യമാണ്. മിനിബാബു പറയുന്നു, ഇത്രയും തുക ആകുന്നതിന് മുമ്പ് തന്നെ ഈ വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്നത് എന്ത്? അരുൺ മുട്ടട പറയുന്നുണ്ട്, സാധാരണക്കാരൻ്റെ ഇവിടെ ഒരു മാസം കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ, അതും വെറും 800 രൂപ അടച്ചില്ലെങ്കിൽ ഉടൻ KSEB വന്ന് ഫ്യൂസ് ഊരും. പിന്നെ 1,00,000 രൂപ KSEB കണ്ടില്ലെന്ന് വയ്ക്കുമോ എന്ന കാര്യം. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പ്രവർത്തിക്കുന്ന ആ ഓഫീസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇരുട്ടിലാണ്. ജീവനക്കാർ അവിടെ മൊബൈൽ വെളിച്ചത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ഗതാഗത വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ KSEBയോ ഒക്കെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണ്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന മുന്നറിയിപ്പുമായി പത്തനംതിട്ട ജില്ലയിലെ കോയിപ്രം കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിലെ ജനങ്ങൾ. കഴിഞ്ഞ 2 മാസത്തിലേറെയായി പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. KSEBയും വാട്ടർ അതോറിറ്റിയും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി പ്രശ്നത്തിൽ നിന്ന് തലയൂരുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. KSEB പുതിയ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചതോടെയാണ് മലയോര മേഖലയായ ഇവിടേക്ക് വെള്ളം കിട്ടാത്തതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. വേനൽക്കാലമാണ്. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് വെള്ളമാണ്. അത് കിട്ടാതെ കഴിഞ്ഞ കാലം കുറേയായി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിലെ 100-ലധികം കുടുംബങ്ങൾ. 2 വകുപ്പുകളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് KSEBയും ഇത് അവരാണ് ചെയ്യേണ്ടതെന്ന് വാട്ടർ അതോറിറ്റിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളിക്കരയിലുള്ള ആളുകൾ കഴിയുന്നത് കുടിവെള്ളമില്ലാതെയാണ്. എല്ലാ വീട്ടിലും പൈപ്പുണ്ട്. ആ പൈപ്പിന് ടാപ്പ് തുറന്നാൽ വരുന്നത് വെറും വായു മാത്രമാണ്. വീടിൻ്റെ മുകളിലേക്കുന്ന വാട്ടർ ടാങ്കുകൾ പൂർണ്ണമായി കാലിയാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു ഇടപെടലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 മാസമായിട്ട് ഇവിടെ വെള്ളം ലഭിക്കുന്നില്ല. ഇവിടെ എല്ലാ സാധാരണക്കാരായ ആളുകൾ, കൂലിപ്പണിക്കാരായ ആളുകളാണ് താമസിക്കുന്നത്. ഒരു മാസം ഇപ്പം ലോറിയിൽ വെള്ളം എത്തിക്കണമെങ്കിൽ 3,800 രൂപ വേണം. ഇവിടെ സ്ഥിരമായിട്ട് കൂലിപ്പണിക്കാർക്ക് സ്ഥിരമായിട്ട് ജോലിയൊന്നുമില്ല. അവരിപ്പോൾ ഈ വെള്ളത്തിന് വേണ്ടി ഈ പൈസ എവിടെ പോയി എത്തിക്കും? ഇലക്ഷൻ്റെ തലേന്ന് വരെ വെള്ളം ഉണ്ടായിരുന്നു. അത് എന്തുമൊന്നുമില്ല, ചിലപ്പോൾ 2 ദിവസമേ ഉള്ളായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ തലേന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉച്ച വരെ വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസമായിട്ട് വെള്ളം വരുന്നതേ ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങൾ ഇലക്ഷൻ അടുത്ത ഏപ്രിലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇലക്ഷന് പോയി വോട്ട് ചെയ്യാൻ ഞങ്ങളാരും തയ്യാറാകില്ല. കാരണം ഞങ്ങൾക്ക് വെള്ളമാണ്, കുടിവെള്ളമാണ് ഏറ്റവും മെയിനായിട്ടുള്ള വിഷയം. അതിനൊരു പരാതി പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി പറഞ്ഞപ്പോൾ അതിന് മോട്ടോർ കംപ്ലൈൻ്റ് ആണ്. ഇങ്ങനെ ഓരോ KSEB വാട്ടർ അതോറിറ്റി ബില്ല് അടയ്ക്കുന്നില്ല, അങ്ങനെ കാരണങ്ങളാണ് അവർ പറയുന്നത്. KSEB സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായത് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ഈ പ്രദേശവാസികൾ പറയുന്നത്. അതൊരു ചെറിയ വിഷയമല്ല, 100 കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കുടിവെള്ളമില്ലാത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് വരെ ഈ പൈപ്പ് തുറന്നാൽ നല്ല ശക്തിയായിട്ട് വെള്ളം വരുമായിരുന്നു. ഇപ്പോൾ ഈ പൈപ്പ് തുറന്നാൽ ഒന്നും സംഭവിക്കില്ല, ഒരു ഒച്ച പോലും കേൾക്കാനില്ല. സാധാരണ എയറൊക്കെ പോകേണ്ടതാണ്, അതുപോലും ഇല്ല. അത്ര പോലും ശുഷ്കിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പൈപ്പിലൊന്നും വെള്ളമില്ലാത്ത
ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിൽ ഒരു കാഴ്ചവസ്തുവായി മാത്രം ഈ പറയുന്ന പൈപ്പുകൾ എല്ലാ വീട്ടിലും ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉടനടി ഉണ്ടായില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും കടുത്ത തീരുമാനത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോകുമെന്നുള്ള ചില മുന്നറിയിപ്പ് കൂടി ഇതിന്റെ ഭാഗമായി ഈ പ്രദേശവാസികൾ നൽകുന്നുണ്ട്. ഇവിടെ വേണ്ടത് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം അടിയന്തരമായി അത് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ കുടിവെള്ളം നല്ല ശക്തിയോടുകൂടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടായേക്കത്തുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പാറയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്നായി വെള്ളം പോകുന്നത്. അന്ന് കൊടുക്കുന്ന കണക്ഷനെക്കാട്ടിൽ 10 മടങ്ങ് കണക്ഷൻ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടില്ല. പിന്നിപ്പോൾ മോദിയുടെ സ്പെഷ്യൽ ജലവൈദ്യുതി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് കണക്ഷൻ. എന്നാൽ വാട്ടറിൻ്റെ കപ്പാസിറ്റി ഇപ്പോഴും കൂടിയിട്ടില്ല. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടായേ ഒക്കത്തുള്ളൂ. ഇതിന്റെ മെയിൻ പ്രശ്നം സ്മാർട്ട് മീറ്റർ ആണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനേ ഉള്ളൂ. പക്ഷേ അത് KSEBയും വാട്ടർ അതോറിറ്റിയും ശരിയായ രീതിയിൽ അതിൽ ഇടപെടുന്നില്ലെന്ന് തന്നെ പറയാം. അതിനൊരു തീരുമാനം ഉണ്ടായാൽ ഈ പ്രദേശത്തിന്റെ കുടിവെള്ള പ്രശ്നം കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയും. കുടവും ബക്കറ്റുമെല്ലാമായി കിലോമീറ്ററുകൾ നടന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് കിഴക്കേ വെള്ളിക്കരയിലെ ആളുകളുടെ ദൈനംദിന ജീവിതം. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്നുണ്ടെന്നോ ബന്ധപ്പെട്ട അധികൃതർ അറിയുന്നുണ്ടോ എന്നുള്ള നിസ്സഹാവസ്ഥയോട് കൂടിയുള്ള ഒരു ചോദ്യം കൂടി ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ നാട്ടുകാർ നൽകുന്നുണ്ട്. അതിലേക്കൊന്നും പോകാതെ എത്രയും വേഗം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടിയാണ് നമ്മളും ആവശ്യപ്പെടുന്നത്. കിഴക്കേ വെള്ളിക്കരയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ജാസ്മിൻ ജോർജ് പറയുന്നു, കുടിവെള്ളം മുട്ടിക്കുന്നവരെ ശിക്ഷിക്കാൻ നിയമം വരണമെങ്കിലേ അധികാരികൾ ഉണരൂ എന്ന്. രവികുമാർ PB പറയുന്നു, തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇനി വെള്ളം മാത്രമല്ല എന്ത് ചോദിച്ചാലും കിട്ടും, പിന്നെ കുറേ നടക്കാത്ത വാഗ്ദാനങ്ങളും കിട്ടും എന്ന കാര്യം പറയുന്നുണ്ട്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, അവിടെ കുടിവെള്ളം കിട്ടാതുള്ള പ്രശ്നമാണെങ്കിൽ ചിലയിടങ്ങളിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വെള്ളം വെറുതെ ഒഴുകുന്നു എന്ന കാര്യം. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇനി ഇതാ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം ഫെബ്രുവരി 14 മുതൽ തുടങ്ങും എന്ന വാർത്ത. 14 ക്ലബ്ബുകളും ISLന്റെ പുതിയ സീസണിൽ മത്സരിക്കും എന്ന വിവരവും വരുന്നുണ്ട്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് പ്രഖ്യാപനം നടത്തിയത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ വാസുദേവ്, ISL സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ മഞ്ഞപ്പടയെ സംബന്ധിച്ചുമൊക്കെ വലിയ നഷ്ടം, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ പോയിരിക്കുന്നു. അതുപോലെ നോഹ സദൂയി കഴിഞ്ഞ ദിവസമാണ് ടീമിൽ നിന്ന് പോയത്. അത്തരം ചില നഷ്ടങ്ങൾക്കിടയിലും ഇപ്പോൾ ഇതാ ISL നടക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. വിശദാംശങ്ങൾ പറയൂ. തീർച്ചയായും ദിലീപ് കുമാർ, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവവായു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ പ്രഥമ ഡിവിഷൻ അത് തന്നെ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ തകർച്ചയുടെ അല്ലെങ്കിൽ ആ പതനത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടാകുന്നത് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ വേതനം അല്ലെങ്കിൽ എങ്ങനെയാണ് ലാഭവിഹിതം പങ്കിടുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കരാർ തർക്കത്തെ തുടർന്നാണ് ഇത്ര നാളും ഈ ലീഗ് നടക്കാതിരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഇത് നേരത്തെ നടത്തിയിരുന്ന റിലയൻസുമായിട്ടുള്ള കമ്പനിയും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വലിയ നഷ്ടത്തിലേക്ക് പോയിരുന്നത് ഇനിയും താങ്ങാനാവില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് റിലയൻസ് നേതൃത്വം നടത്തിയിരുന്ന ഫുട്ബോൾ ഡെവലപ്മെന്റ് സ്പോർട്സ് അതോറിറ്റി ഇത് വിട്ടുപോയിരുന്നത്. ഇതോടുകൂടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും കൂടി നിൽക്കാതായത് കൊണ്ടാണ് ഈ ലീഗ് ഇത്ര നാളും വൈകിപ്പോയത്. എന്തായാലും അത് വലിയ ആശ്വാസമായി. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് അടക്കമുള്ള ഒരു അന്ത്യശാസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫെബ്രുവരി 14 ലീഗ് നടക്കും എന്നുള്ളതാണ് തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. അത് പ്രഖ്യാപിച്ചത് കായിക മന്ത്രി
തന്നെയാണ്. ഇന്ന് ഡൽഹിയിൽ 14 ക്ലബ്ബുകളുടെ പ്രതിനിധിയും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും കായിക മന്ത്രാലയത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. 14 ടീമുകളും പങ്കെടുക്കും. ഒപ്പം തന്നെ ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും മത്സരം. 91 മത്സരങ്ങൾ ആകെ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ലോജിസ്റ്റിക്സ്, അതായത് ടീമുകളുടെ യാത്ര ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും എന്നതിനകത്ത് ഒരു വ്യക്തതയില്ല. ഇനി അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടത്. നേരത്തെ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നത് 2-3 വേദികളിലേക്ക് മാത്രമായി മത്സരങ്ങൾ ചുരുക്കും എന്നുള്ളതും, ഒപ്പം തന്നെ ആഴ്ചയിൽ നേരത്തെ വീക്കെൻഡിലായിരുന്ന മത്സരങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസങ്ങളിലും 2 മത്സരങ്ങൾ വെച്ച് നടത്തിയെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തണം, ലീഗ് അവസാനിപ്പിക്കണം എന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഇക്കാര്യത്തിൽ? എന്തായാലും ഒരു തീയതി വന്നത് വലിയ ആശ്വാസമാണ്. ഇനി എങ്ങനെയാണ് ഇത് ISL-ന്റെ പുതിയ സീസണിന് തീയതിയായിരിക്കുകയാണ്. ഫെബ്രുവരി 14-ന് ISL പുതിയ സീസൺ തുടങ്ങും എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ്. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. ഓവർ ടു ഹാഷ്മി.